വഖഫ് ബോർഡ് ഭേദഗതിയിൽ സർക്കാരിനെതിരെ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനോട് സർക്കാർ ഹൈക്കോടതിയിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതിനെതിരെയാണ് വഖഫ് ബോർഡ് ചെയർമാന്റെ വിമർശനം. നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് പുതിയ സർക്കാരെന്നും KS ഹംസ പരിഹസിച്ചു. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം 11-അംഗ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാത്തത് ഹൈക്കോടതി ചോദ്യം ചെയ്തപ്പോൾ സർക്കാരിന് അമുസ്ലിം അംഗങ്ങളെ കൂടി നിയമിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കാനാണ് താൽപര്യമെന്ന കാര്യം AG കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. സർക്കാർ ദീർഘവീക്ഷണമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് പുതിയ സർക്കാരെന്നും KS ഹംസ പരിഹസിച്ചു. ഈ ഗവൺമെൻറ് ഒരു ദീർഘവീക്ഷണമില്ലാതെയാണ് ഇങ്ങനെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുവലിട്ടത്. പണ്ട് പറയുന്ന പോലെ നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് സർക്കാരിൻ്റെ സ്ഥിതി. അവരുടെ തരം ആക്രയം അറിയിക്കുന്നു. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഓരോ അബദ്ധങ്ങളാണ് അവർ ഓരോന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. UDF ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അതുപോലെ തന്നെ LDF നിയോഗിച്ച ബോർഡ് നിലവിലുണ്ട്. ആ ബോർഡ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പ്രാതിനിധ്യം അതിന് ഉണ്ടായിട്ടില്ല. അതിൽ 2-3 അംഗങ്ങളുടെ കുറവുകൾ ഉണ്ടായാലും ബോർഡിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയില്ല എന്നത് വഖഫ് ആക്ട് വ്യക്തമായി പറയുന്നുണ്ട്. 11 മെമ്പർമാരെ അറ്റ് എ ടൈം ഒന്നിച്ച് നോമിനേറ്റ് ചെയ്യണമെന്ന് വ്യവസ്ഥയില്ല എന്നും ആക്ട് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സൂചനയല്ല, വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല അത് അവസാനിക്കാൻ. പിണറായി വിജയൻ ബോർഡിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. സുഗമമായി പ്രവർത്തനം മുന്നോട്ടു പോകുന്നതിനിടെയാണ് UDF സർക്കാർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു. വഖഫ് ബോർഡിനെതിരെ ഹൈക്കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ റദ്ദാക്കണമെന്നതാണ് വഖഫ് ബോർഡ് ചെയർമാന്റെ ആവശ്യം. വഖഫ് ഭേദഗതി നിയമപ്രകാരം ബോർഡിൽ 11 അംഗങ്ങൾ വേണം. കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് 9 അംഗങ്ങളെ ഉൾപ്പെടുത്തി LDF സർക്കാർ പുതിയ ബോർഡ് രൂപീകരിച്ചത്. 2 പേരുടെ ഒഴിവ് ഉടൻ നികത്തുമെന്ന് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജനം, കൊച്ചി.